സൂചിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആനപ്രേമി സംഘത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ ശ്രീ വെങ്കടാചലം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വെങ്കടാചലം, ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ ഒരു മതാചാരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള വി.കെ. വെങ്കടാചലം എന്ന് പറയുന്ന എനിക്ക് ഇതിൽ പറയാനുള്ളത് 2003 മുതൽ കേരളത്തിൽ ആന പരിപാലന നിയമം വന്നു. അതിനു മുന്നേ കേന്ദ്ര സർക്കാർ കാട്ടിലത്തെ ആനകളുടെ എല്ലാ അവകാശങ്ങളും നാട്ടിൽ വളരുന്ന ആനകൾക്കും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് പോലും 2003 മുതൽ കേരളം മാറി മാറി ഭരിച്ച ഭരണകക്ഷികളും കേന്ദ്രത്തിൽ ഇപ്പോ അധികാരത്തിലിരിക്കുന്ന ബി.ജെ.പിയും എല്ലാവരും കൂടി നിയമം ലംഘിച്ച് ആനകളെ എഴുന്നള്ളിക്കാനായിട്ട് കൂട്ടുനിന്ന സംഗതികള് ഇക്കൊല്ലം തൃശ്ശൂർ പൂരത്തിന് ഹൈക്കോടതി നിയമിച്ച കമ്മീഷനിലൂടെയാണ് ഹൈക്കോടതി അറിഞ്ഞത്. മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിയമപ്രകാരമാണ് ചെയ്യുന്നതിനുള്ള തെറ്റായ ധാരണ വരുത്തിയിട്ടാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ ആന വീടുകളിൽ കൂട്ടുനിൽക്കുന്ന തൃശ്ശൂർ അടക്കമുള്ള സംഗതികൾ ചെയ്തു വെച്ചത്. അതിന്റെ തെളിവ് ഹൈക്കോടതി എത്തിയപ്പോഴാണ് ഹൈക്കോടതിക്ക് 2003 മുതലുള്ള കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തെ അമെന്റ്മെന്റും 2003 തൊട്ട് കേരളത്തിൽ നിന്നിരുന്ന നാട്ടാന പരിപാടികൾ നടപ്പിലാക്കേണ്ട അത്യാവശ്യ ഘട്ടമാണ് ഇപ്പോഴെന്ന് ഓർമ്മ വന്നേ പിന്നെയാണ് ഈ അനിവാര്യമായിട്ടുള്ള ആനയെന്നല്ല തൃശ്ശൂർ നടക്കണമെന്നും ഈ ഉത്സവ സംഘാടകരുടെ ഹുങ്കും പണം ഉണ്ടാക്കാനായിട്ടുള്ള ഉത്സവ മാഫിയയുടെ ആഗ്രഹത്തിന് കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികൾ കൂട്ടുനിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കേരള ഹൈക്കോടതി ഞങ്ങളുടെ സംഘടന ഈ വിധി വരാനായിട്ട് കാരണമായിട്ട് പരാതി കൊടുത്ത സംഘടനയായിരിക്കും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവർക്ക് വേണമെങ്കിൽ ജീവനാനെ എഴുന്നള്ളിക്കാനൊക്കെ നിരവധി കണ്ടീഷൻസ് പാലിക്കണം, എന്നാലും എഴുന്നള്ളിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ സംഘടന ഇവർക്ക് എത്ര റോബോട്ട് ആനയെ കൊടുക്കാം. ജീവനുള്ള ആനയെ എഴുന്നള്ളിക്കില്ല സ്റ്റാമ്പ് പേപ്പറിൽ ഇത് ഒപ്പിട്ട് തന്നാൽ ഇവർക്ക് എത്ര ആനയെ റോബോട്ട് ആനയെ ഞങ്ങള് ദാനമായി കൊടുക്കാം. ഇവർക്ക് ചക്രം വെച്ച് ഉന്തിയാൽ മതി. ഈ ഉത്സവ സംഘടന റോബോട്ടാനുകളെ വാങ്ങുന്നതിനും അത് കൊടുക്കുന്നതിനും വലിയ ചെലവല്ലേ ശ്രീ വെങ്കടാചലം? പിന്നെയുള്ള ഇപ്പോഴുള്ള അവരുടെ പാപ്പാമ്മയുടെ സേവനത്തോടൊപ്പം ഭക്ഷണം നൽകി ആ സർക്കാർ സ്വീകരിക്കുകയാണ് വേണ്ടത്. ശരി, ശ്രീ വെങ്കടാചലം, ഉത്സവങ്ങളിലെ ഈ ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ ഒരു മതാചാരമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെ എതിർത്തുകൊണ്ട് ഇത് മതാചാരമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ടാവില്ലേ? ഇവിടെ ഒരു മതപരമായ ഒരു ഗ്രന്ഥത്തിലോ ഒരു ഉപനിഷത്തിലോ ഒന്നും തന്നെ അജീവമുള്ള ദൈവത്തെ കയറ്റിയിരുന്ന എവിടെ പറഞ്ഞില്ല. ഇവര് നമ്പുരാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അങ്ങേര് പറഞ്ഞിട്ടാണ് ജീവനുള്ള ആനകളെ 15 തൃശ്ശൂർ പൂരത്തിനും 15 ആന തൃപ്പൂണിത്തുറ എഴുന്നള്ളിക്കുന്നതിനുള്ള തെറ്റായ ധാരണയാണ് വരുന്നത്. ചക്ര നമ്പുരാനായിട്ട് നാഷണൽ ആർക്കൈവ്സിലോ തമിഴ്നാട്ടിലെ മദ്രാസ് പ്രസിഡൻസിയുടെ ആർക്കൈവ്സിലോ ഇല്ല. ഈ തിരുവമ്പാടി ദേശക്കാര് ഈ പറയുന്നത് മഹാമയാണ്. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് മാത്രമേ റിലീജിയസ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുമെന്ന് സുപ്രീം കോടതി നിരവധി വിധികളുണ്ട്. കേരള ഹൈക്കോടതി ഇപ്പോൾ വൈകിയാണെങ്കിലും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജീവനാനകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. തിരുവമ്പാടി വാദത്തിന് അവരുടെ ആധ്യാത്മികപരമായോ നിയമപരമായോ യാതൊരു പിന്തുണയില്ലാത്തതിനാലാണ് അവര് തന്നെ നിരവധി ആനകൾ ചത്തുപോയിട്ടുള്ളത്. ഈ ചത്തുപോയ ആനകളുടെ ശവത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇനി ജീവനുള്ള ആനകളെ കളിക്കുന്നത്. അതിനെ ഒരു പ്രകാരം ചെയ്യാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ ആന വന്യജീവിയാണെന്ന് ഇന്നത്തോടെ കേരള ഹൈക്കോടതി എല്ലാവരെയും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ വെങ്കടാചലം, ഈ നിമിഷങ്ങൾ സഹകരിച്ചതിന്.